തമ്പുരാൻ. വല്ലപ്പോഴും പാവം മൂപ്പനെ ഓർക്കുന്ന ഒരു സന്തോഷാണ്. ചിലരെല്ലാം പൂസാങ്കി വന്നിരിക്കുന്നു കേൾവിപ്പെട്ടെ. ഒരു 10 നിലവരും കൊച്ചുദേവരും അവരെ ദേവര് പറഞ്ഞാന്നേ. ആരാ എന്താണെന്നൊക്കെ അറിയാതെ വഴിയെ പോകുന്നതിനൊക്കെ പിടിച്ച് ദൈവങ്ങളൊക്കെ തനിക്കെന്താണ് പ്രാന്തുണ്ടോ കളവാ? ഇല്ലേ, പക്ഷേ ദേവരുടെ അരുളപ്പാട് അനുസരിച്ചേ പറ്റൂ. ഉന്നാലെ മുടിയല്ല എന്നാ ചെയ്യണമെന്ന് എനിക്ക് തരും. എവിടെയാണ് ഈ തേവരും തമ്പരാട്ടിയൊക്കെ താമസിപ്പിച്ചിരിക്കുന്നത്? അത് അയ്യോ തമ്പുരാ, അയ്യോ. എങ്കടാ അവങ്ങളെ മറച്ചു വെച്ചിരിക്കെ? ചൊല്ല്. കൊച്ചു തമ്പുരാട്ടി ഈ കുടിയിലുണ്ട്. കൊച്ചുദേവര് അങ്ങ് ദൂരെയാ. അയ്യോ വാങ്ങടാ. என்னடி காட்டு ஜனங்களை திருத்தறதுக்கா வந்திருக்க? நீ உன்னோட கொச்சு தேவன். அப்பா கொச்சு தம்பராட்டியே. കൊച്ചുദേവരെ. എന്താ വേണി? സുനിത്തമ്പരാട്ടിയെ ജഗ്ഗും കൂട്ടരും പിടിച്ചോണ്ട് പോയി. இப்படித்தாண்டா பொம்பளை கிட்ட நடக்கணும். ஒரு பேப்பர் ரிப்போர்ட்டரை எப்படி சமாளிக்கணும்னு எனக்கு தெரியாது. ஆனா ஒரு பொண்ணை எப்படி சமாளிக்கணும்னு எனக்கு நல்லா தெரியும். அதை எப்படி நீ புரிஞ்சுக்கணும். நான் இப்போ உன்னை செய்ய போறது நாளைக்கும் பேப்பர்ல கண்டிப்பா வந்து ஆகணும். ഓ കൊച്ചുദേവറോ, വാങ്ക വാങ്ക. ജഗ്ഗുവിന്റെ പേര് കേട്ടാൽ കൂമംകൊല്ലിക്കാട്ടിലെ ആനകൾ കൊമ്പൂരിട്ടിട്ട് പോകുമെന്നാണ് കേട്ടിട്ടുള്ളത്. ഒരു പെണ്ണിനെ കൈകാര്യം ചെയ്യാൻ ജഗ്ഗുവിന് ഇത്ര ആൾക്കാരെ പിൻബലം വേണോ? இந்த பொண்ணை காப்பாத்துறதுக்கு கொச்சுதேவருங்க வரும்னு எனக்கு நல்லா தெரியும். ஆனா உன்னோட சத்திய வச்சு இந்த பொண்ணை எப்படி காப்பாத்துறதுன்னு நான் பாக்குறேன். தேவரே! யாரும் வர வேணாம், நானே பாத்துக்கிறேன்.
കൂടെ വരുന്നോ അതോ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എന്തെങ്കിലും റിപ്പോർട്ട് തയ്യാറാക്കാൻ? എങ്ങനെ? ഇല്ല, പോവാം. അയ്യോ, എന്തായത്? നിങ്ങൾ എന്തായി ചെയ്തിരിക്കുന്നത്? കണ്ടില്ലേ ഇവനെ ലോക്കപ്പ് ചെയ്യണം. അത് പറയാൻ നിങ്ങളാരാ? ഇതൊരു സർക്കാർ ഓഫീസാണ്. നോക്കി നിൽക്കാതെ കെട്ടഴിച്ചു വിടാ. തൊട്ടുപോകരുത്. അഴിക്കാനല്ല കെട്ടിയത്. നിങ്ങൾക്ക് ഞാൻ ആരാണെന്നല്ലേ അറിയേണ്ടത്. ഞാൻ വിനോദ് കുമാർ, ഈ ഫോറസ്റ്റിലെ റേഞ്ചർ. ഇന്നു മുതൽ ചാർജ് എടുക്കും. വിനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കോഫി. താങ്ക് യു ജേർണലിസ്റ്റ്. ആദ്യം കണ്ടപ്പോൾ ഓർത്തു ആളൊരു കുതിരയാണ്. പിന്നെ മനസ്സിലായി കുതിരയല്ല കഴുതയാണ്. ഇപ്പൊ രണ്ടുമല്ല, ഒരു സാധാരണ പെണ്ണ്. വിനു ഒരു തട്ടിപ്പുകാരനാണെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പൊ മനസ്സിലായി, എന്റെ ധാരണ പോലെയല്ല, യഥാർത്ഥ ദൈവം തന്നെയാണെന്ന്. പൂർണ്ണമായും ഒരു ദൈവം എന്ന് പറയാൻ പറ്റില്ല. പാതി ദൈവം, കൊച്ചു ദേവൻ. അതായത് നമ്മൾ ഈ കുട്ടി ദൈവങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഞാൻ കുടിയിലേക്ക് പോകുന്നു. വിനു ഉണർന്നിട്ട് പോകാമെന്ന് കരുതി. ഞാൻ വരട്ടെ. ആ സുനു, ഇനി സുനു ആ കുടിലിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സുനുവിന് വിരോധമില്ലെങ്കിൽ ജോലി തീരുന്നവരെ എന്നോടൊപ്പം ഈ ക്വാർട്ടേഴ്സിൽ താമസിക്കാം. ശരി.